അതായത് ഒരു പ്രതിപക്ഷ ധർമ്മമാണ്. അതായത് ഇത്രയും യുവാക്കൾ ഒരു സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ സമരം ചെയ്യുമ്പോൾ എന്തിനാണ് ഈ ഇത്രയും യുവാക്കൾ സമരം ചെയ്യുന്നത് എന്നാവശ്യപ്പെട്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷ ധർമ്മമാണ്. ഇപ്പൊ നിങ്ങളാണ് ഇവിടെ പ്രതിപക്ഷത്ത് ഇരുന്നതെന്നുണ്ടായത് നിങ്ങൾ മുൻപന്തി നിന്ന് നമുക്ക് ചിലപ്പോൾ ജോലി വാങ്ങിച്ചു തന്നേനായിരുന്നു. അതില്ല നിങ്ങൾ ഒരിക്കലും പറയരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ലൈവായിട്ട് നിൽക്കുന്ന സമയത്ത് ഡിവൈഎഫ്ഐയുടെ ഒരു അഖിലേന്ത്യാ നേതാവ് തെലങ്കാനയിൽ പോയി തൊഴിലില്ലായ്മയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ ആരുടെ പേരെടുത്ത് വിമർശിക്കുന്നില്ല. അപ്പം ഡിവൈഎഫ്ഐയുടെ ഓഫീസിന്റെ തൊട്ട് മുമ്പിലാണ് നമ്മൾ സമരം ചെയ്തത്. എന്തുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഒരു സമരപന്തൽ സന്ദർശിച്ചില്ല? എന്താണ് ആവശ്യമെന്ന് ചോദിച്ചില്ല? ഇതൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു കാര്യവും അല്ലാതെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഇതൊന്നും കണ്ടില്ല നടിക്കുകയും ചെയ്യുന്നത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതല്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്നോളജ് ചെയ്യാനുള്ളൊരു സന്മനസ് കൂടി കാണിക്കണം. ആരും ഞങ്ങളെ നോക്കാനില്ല, ഒരു യുവജന വഴിയാധാരമാണ് എന്നൊക്കെ പറയുന്നത് ശരിയായ നടപടിയല്ല. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ഇടതുപക്ഷമെന്ന് മാത്രമല്ല, വലതുപക്ഷം. ഇപ്പോൾ അത് പ്രതിപക്ഷ ധർമ്മമാണ്. ദാറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. അവരെ സഹായിച്ചെന്നല്ല പറയുന്നത്. അത് അക്നോളജ് ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ വേണ്ടേ? അത് അക്നോളജ് ചെയ്യാൻ ഇവരും മഴയത്തും വെയിലത്തും മറ്റേ ഇതെന്തോ വാട്ടർ ക്യാനൻ്റെ ഒക്കെ മുമ്പിൽ നിന്ന ആളുകളാണ്. അവരുടെ ധർമ്മം കൊണ്ടാണ് അവരത് ചെയ്യുന്നത്, അല്ലാതെ അവരെ സഹായിച്ചതല്ല. അത് അവരുടെ ധർമ്മമായതുകൊണ്ടാണ്. അങ്ങനെ നോക്കിക്കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ദുരനുഭവം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കിവിടെ എന്തായാലും അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സജീവമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല. അതിലുള്ള ആക്ഷേപം, അതിലുള്ള മനസ്സിലാക്കാൻ പറ്റും. അതെ, കാര്യങ്ങൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണണം. നമുക്ക് ജോലി വാങ്ങിത്തരാൻ പറ്റില്ല. അതെ അതെ, അതിന് സർക്കാർ വിചാരിച്ചാലേ നടക്കും. അതിന് ഭരണപക്ഷം തന്നെ വിചാരിച്ചാലേ പറ്റൂ. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം, നമുക്ക് വേണ്ടുന്ന പൂർണ്ണ പിന്തുണ നൽകാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭരണപക്ഷം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ജോലി വാങ്ങി തരാൻ പറ്റത്തുള്ളൂ. ന്യായമായിട്ട് കിട്ടേണ്ടുന്ന തൊഴിലാണ്. അതാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ നമ്മളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത്.